ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ വന്നൊരു പ്രൊമോ ഉണ്ട്. സോ അത് കൃത്യമായിട്ടുള്ള ഒരു സൂചന നൽകുന്നതാണ്. നമ്മൾ ഇതുവരെ കണ്ട ഒരു ബിഗ് ബോസ് ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്നത്. മലയാളം ബിഗ് ബോസ് അടിമുടി മാറാൻ പോകുന്നു എന്ന എല്ലാ സൂചനകളും ഇന്നലത്തെ ആ 7 വഴികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇന്നലെ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇന്നലത്തെ ആ ഒരു പ്രൊമോയിൽ ലാലേട്ടൻ വരുന്നത്. ഉദാഹരണത്തിന് സേഫ് ഗെയിമേഴ്സിനെ കുറിച്ച്. സേഫ് ഗെയിം ഇനി ബിഗ് ബോസിൽ അനുവദിക്കില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. വിക്ടിം കാർഡ് ഇറക്കി കളിക്കാൻ ഇനി പറ്റില്ല. കരഞ്ഞും കൊണ്ട് വെറുതെ ഒരു മൂലയിൽ ഇരുന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കിയുള്ള കളി അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്ന മറ്റൊരു കാര്യം നന്മമരമാണ്. നന്മമരം കളി തീർത്തും അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. സോപ്പിട്ട് കാര്യം നേടാനുള്ള പരിപാടി ഉണ്ടല്ലോ, സുഖിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ ലാലേട്ടനെ ആയാലും മറ്റേ കൊഞ്ചിക്കുഴഞ്ഞിട്ടുള്ള പരിപാടികളുണ്ടല്ലോ, ആ ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിപാടിയൊന്നും ഇനി നടക്കാനേ പോകുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടനും ബിഗ് ബോസും ആത്മപരിശോധന നടത്തുന്നു എന്നതുകൂടിയാണ്. അതായത് ലാലേട്ടൻ സ്വയം പറയുന്നുണ്ട്, ഈ കോട്ടിട്ട് വെറുതെ വന്നിട്ട് സേഫ് ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന ഒരു ആത്മപരിശോധന അതിനകത്തുണ്ട്. ലാലേട്ടൻ്റെ സ്ട്രാറ്റജി മാറ്റാൻ പോകുന്നു, അല്ലെങ്കിൽ ഹോസ്റ്റിന്റെ ഗെയിം സ്ട്രാറ്റജിയും ഇനിയുള്ള സീസണിൽ അടിമുടി മാറും. എന്ന് വെച്ചാൽ മോനെ മക്കളെ തലോടലും താരാട്ടും മാത്രമൊന്നും ആയിരിക്കില്ല എന്ന കൃത്യമായ സൂചന അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ വളരെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അതായിരിക്കില്ല ഇനിയുള്ള സീസണുകളിൽ അങ്ങോട്ട്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും മൂപ്പർക്ക് ഇനി ഒരു പ്രശ്നവും പറയുന്നവർ പറയും എന്ന ഒരു രീതിയിലേക്ക് ലാലേട്ടൻ മാറുകയാണ്. വേണമെങ്കിൽ ഒരു ഹിന്ദി ലെവൽ ബിഗ് ബോസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ടാസ്കുകളുടെ കാര്യത്തിൽ ബലൂണ് പോലെയൊക്കെയുള്ള മറ്റേ നഴ്സറി പിള്ളേര് കളിക്കുന്ന മാതിരിയുള്ള ടാസ്കുകൾ കൊടുക്കുന്ന പരിപാടി, അതും കൃത്യമായും വിമർശിച്ചിട്ടുണ്ട്. അത് ബിഗ് ബോസ് ടീമിന് നേരെ തന്നെ ആ ഒരു ആത്മപരിശോധന നടത്തുന്ന ഒരു വിമർശനമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മൊത്തത്തിൽ ഇന്നലത്തെ ആ ഒരു പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ബിഗ് ബോസ് മലയാളം സീസൺ 6 വരെ നമ്മൾ കണ്ട ഒരു ശൈലി ആയിരിക്കില്ല സീസൺ 7. അടിമുടി മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ എല്ലാ സൂചനകളും നമുക്ക് ഇതിനോടകം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു പുതിയ ബിഗ് ബോസ്, ഒരു പുതിയ മുഖമായി എത്തുന്ന ലാലേട്ടൻ, അല്ലെങ്കിൽ ഒരു പുതിയ ലെവൽ ടാസ്ക് കൊടുക്കുന്ന ഒരു ടീം, ക്രൂ അടക്കം അടിമുടി മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീല്, ഒരു പുതിയ തുടക്കമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് തോന്നുന്നു. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.